എൻ്റെ പേര് മാർട്ടീന. ഞാൻ തൃശ്ശൂർ പേരാമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞുമക്കൾ പേരക്കുട്ടികളുടെ സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ 2 പേരക്കുട്ടികളെ കൊണ്ട് ജനുവരി 17-ാം തീയതി ഞാൻ ഇവിടെ വന്നിരുന്നു. മൂത്ത പെൺകുഞ്ഞിന് 13 വയസ്സായിരുന്നു. അവൾക്ക് ജനിച്ചപ്പോൾ തുടങ്ങി ശ്വാസമുട്ട്, അലർജി, തുമ്മലായിരുന്നു. അന്ന് അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു, അലർജി തുമ്മലുള്ള എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ആ വീട്ടിൽ ചെന്നു. എന്നും ഇൻഹീലർ വലിച്ചിട്ടാണ് രാത്രി കിടന്നുറക്കുന്നത്. ആ കുട്ടി ഡോക്ടർമാരെ കാണിച്ചിട്ടൊന്നും കുറവുണ്ടായിരുന്നില്ല. ഇവിടുന്ന് പോയ 17-ാം തീയതി മുതൽ ജനുവരി 17-ാം തീയതി 6 മാസം കഴിഞ്ഞു. ഇതുവരെ ഇൻഹീലർ വലിച്ചിട്ടുമില്ല. ശ്വാസം മുട്ടോ പനിയോ അലർജിയോ ഒന്നും. രണ്ടാമത്തെ സാക്ഷ്യം, അവളുടെ ഇളയ കുട്ടിയെ 12 വയസ്സാണ്. അവൻ 6 വയസ്സ് തുടങ്ങി ആ കുട്ടിക്ക് വയറുവേദന. എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ്റിൽ നിന്ന് പോവുക, സ്കൂളിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. മിക്ക ദിവസം സ്കൂളിൽ പോകാൻ പറ്റാറില്ല വയറുവേദന കൊണ്ട്. ഞങ്ങൾ ഒത്തിരി മരുന്നുകൾ, ആയുർവേദം, ഇംഗ്ലീഷ്, ഹോമിയോ എല്ലാം കൊടുത്തു, കുറവുണ്ടായിരുന്നില്ല. അന്ന് തന്നെ അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു, ആ 17-ാം തീയതി തന്നെ, അപ്പു എന്ന മകനെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. മോൻ അതിവിടെ ഇരുന്ന് കേട്ടു. ഇതിൻ്റെ ഉള്ളിലിരുന്ന് പോണ വഴി എന്നോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ആയിരിക്കും, മോൻ നന്നോളം പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ ചെല്ലുന്ന പ്രാർത്ഥന കഴിയുമ്പോൾ എന്നും ഞാൻ അന്നാം വെള്ളവും തേനും അവർക്ക് 2 പേർക്കും കൊടുക്കുമായിരുന്നു. അത് കൊടുത്തതിന് ശേഷം ഇന്ന് വരെ ഈ 6 മാസമായിട്ടും അവന് വയറ്റിൽ നിന്ന് പോകാനോ സ്കൂളിൽ മുടങ്ങാനോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ, വിളിച്ചു പറഞ്ഞിട്ടേ സൗഖ്യം കൊടുക്കുകയാണ്. മൂന്നാമത്തെ സൗഖ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. അവൾ പുറത്തേക്ക് പോകാൻ വേണ്ടി പേപ്പർ സമർപ്പിച്ചിരുന്നു. ഞങ്ങളിവിടെ വന്ന് ജനുവരി 17-ാം തീയതി തന്നെ ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. അന്ന് പേപ്പറും പാസ്പോർട്ടും എല്ലാം കൊണ്ടാണ് വന്നിരുന്നത്. 24-ാം തീയതി അവൾക്ക് പോകണമായിരുന്നു. അങ്ങനെ 24-ാം തീയതി ഇറ്റലിക്ക് പോയി. അവിടെ നിന്ന് ജോലി കിട്ടി ദശാംശം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. സാക്ഷ്യം പറയാമെന്നും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ദശാംശം സമർപ്പിച്ചു പ്രാർത്ഥിച്ചിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നന്ദി പറയുന്നു.